So next we are going to define weak topology induced by the family of mappings f alpha such that alpha belongs to A. Here A എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവാം, കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് ആവാം, അൺകൗണ്ടബിൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ എ ഫാമിലി ഓഫ് മാപ്പിങ്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന വീക്ക് ടോപ്പോളജി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ എക്സ് എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസ് കൺസിഡർ ചെയ്തു. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ എ ഫാമിലി ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് ഉണ്ട്. അപ്പോൾ എ ഫാമിലി ഓഫ് ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ. ആൻഡ് എഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ആൽഫ എന്ന് പറയുന്ന മാപ്പിങ്സ് എക്സിൽ നിന്ന് ആൽഫാത്ത് ടോപ്പോളജിക്കൽ സ്പേസ്, അതായത് എക്സ് ആൽഫയിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാപ്പിംഗ്. ഇപ്പോൾ ഇത് ബീറ്റാത്ത് ടോപ്പോളജിക്കൽ സ്പേസ് ആണെങ്കിൽ, അതായത് എക്സ് ബീറ്റ ആണെങ്കിൽ എഫ് ബീറ്റ എന്ന് പറയുന്ന മാപ്പിങ്സ് കൺസിഡർ ചെയ്യുക എക്സിൽ നിന്ന് എക്സ് ബീറ്റയിലോട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫാമിലി ഓഫ് മാപ്പിങ്സ് ആണ് ആക്ച്വലി ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫാമിലി ഓഫ് മാപ്പിങ്സ് എഫ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ, which each of these functions are defined from X to another topological space. Okay, അപ്പോൾ definition നോക്കാം. Let X be a set and for each alpha in A, f alpha from X to X alpha is a function into a topological space X alpha. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എന്താണ് വീക്കസ്റ്റ് ടോപ്പോളജി എന്നാണ് നോക്കാൻ പോകുന്നത്. വീക്കസ്റ്റ് ടോപ്പോളജി എന്താണെന്നല്ല, ദ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദിസ് ഫാമിലി ഓഫ് ഫങ്ഷൻസ്. ദ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ ഫാമിലി ഓഫ് മാപ്പിംഗ്സ് എഫ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ ഈസ് ദ വീക്കസ്റ്റ് ടോപ്പോളജി, ഈസ് ദ വീക്കസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ്. എക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വീക്കസ്റ്റ് ടോപ്പോളജിയാണ്. ഒരു കണ്ടീഷൻ കൂടെ വേണം, എന്താണ്? ദാറ്റ് മേക്സ് ഈച്ച് ഓഫ് ദ ഫങ്ഷൻ എഫ് ആൽഫ കണ്ടിന്യൂസ്. ഈ ഫാമിലി ഓഫ് ഫങ്ഷൻസ് പറഞ്ഞല്ലോ, ഈ ഫാമിലി ഓഫ് ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീക്കസ്റ്റ് ടോപ്പോളജി ഓൺ എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദിസ് ഫാമിലി ഓഫ് മാപ്പിങ്സ്. അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു ടോപ്പോളജിയാണ് നമ്മൾ എക്സിൽ കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഫാമിലി ഓഫ് ഫങ്ഷൻസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലേ? വെൻ വി കൺസിഡർ സച്ച് എ ടോപ്പോളജി ദെൻ എഫ് ആൽഫ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, എല്ലാ എഫ് ആൽഫയും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എഫ് ആൽഫ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ ഈസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ ഈച്ച് ഓപ്പൺ സെറ്റ് യു ആൽഫ ഇൻ എക്സ് ആൽഫ. എഫ് ആൽഫ എല്ലാം കണ്ടിന്യൂസ് ആണ്. വീക്കസ്റ്റ് നമ്മൾ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദിസ് ഫാമിലി ഓഫ് ഫങ്ഷൻസ് ആണ് എക്സിൽ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്താണ്? എഫ് ആൽഫകളെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എഫ് ആൽഫ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ആൽഫയിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എല്ലാം തന്നെ എക്സിൽ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എഫ് ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ ഈസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ ഈച്ച് ഓപ്പൺ സെറ്റ് യു ആൽഫ ഇൻ എക്സ് ആൽഫ. അപ്പോൾ നമുക്ക് എന്തറിയാം? സോ ദ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ ഫാമിലി ഓഫ് മാപ്പിംഗ്സ് എഫ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ കണ്ടെയ്ൻസ് each of these inverse images for each alpha in A and u alpha in open in X. u alpha is open in X. അപ്പോൾ ഈ ഒരു കളക്ഷൻ കണ്ടെയ്ൻ ചെയ്യും ഏത്? ദ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദിസ് ഫാമിലി ഓഫ് മാപ്പിങ്സ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊന്നുകൂടി നോക്കാം. എക്സ് കൺസിഡർ ചെയ്തു, എഫ് ആൽഫ എന്ന് പറയുന്ന മാപ്പിങ്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഫാമിലി ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ബൈ ദ ഡെഫിനേഷൻ ഓഫ് വീക്ക് ടോപ്പോളജി നമ്മൾക്ക് എന്താണ്? ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫാമിലി ഓഫ് ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആവുന്ന വീക്കസ്റ്റ് ടോപ്പോളജി ഓൺ എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ ഫാമിലി ഓഫ് ഫങ്ഷൻസ് മാപ്പിങ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ആൽഫകളെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് ഹെൻസ് എക്സ് ആൽഫകളിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഇൻവേഴ്സ് ഇമേജ് അണ്ടർ എഫ് ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ ഫാമിലി ഓഫ് മാപ്പിംഗ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ആൽഫകളിൽ നിന്ന് എടുക്കുന്ന എല്ലാ ഓപ്പൺ സെറ്റിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് എല്ലാം തന്നെ ഈ ഒരു ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കണം. ആ എല്ലാ ഓപ്പൺ സെറ്റിൻ്റെയും ഇൻവേഴ്സ് ഇമേജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ടോപ്പോളജി ഓൺ എക്സിനെയാണ് നമ്മൾ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദിസ് ഫാമിലി ഓഫ് മാപ്പിംഗ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെടുത്താൽ മതി? ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഈസ് ദ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ ഫാമിലി ഓഫ് പ്രൊജക്ഷൻസ്. ഫാമിലി ഓഫ് ഫങ്ഷൻസ് പറഞ്ഞില്ലേ, അതിന് പകരം നമ്മൾ മുൻപേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫാമിലി ഓഫ് പ്രൊജക്ഷൻസ് കൺസിഡർ ചെയ്യുക. അത് എക്സിൽ നിന്ന് എവിടെ നിന്നായിരുന്നു? പ്രൊഡക്റ്റ് ആൽഫ ബിലോങ്സ് ടു എ. എക്സ് ആൽഫയിൽ നിന്ന് എക്സ് ആൽഫയിലോട്ട് ഡിഫൈൻ ചെയ്തിരുന്ന പ്രൊജക്ഷൻ മാപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊജക്ഷൻ മാപ്സ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയി വരുന്ന സ്മോളസ്റ്റ് വീക്കസ്റ്റ് ടോപ്പോളജി ഓൺ ദിസ് പ്രൊഡക്റ്റ് ഈസ് ഏതാണ്? പ്രൊഡക്റ്റ് ടോപ്പോളജിയാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീക്ക് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ ഫാമിലി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഏതാണ് വരുന്നത്? പ്രൊഡക്റ്റ് ടോപ്പോളജിയാണ് വരുന്നത്. ഇനി നമുക്ക് വരുന്ന ഈ നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് സെയിം പ്രൂഫ് തന്നെയാണ് വരുന്നത്. അവിടെ ഇതിൻ്റെ സിമിലർ ആയിട്ടൊന്ന് നമ്മൾ എഫ് ആൽഫയ്ക്ക് പകരം പൈ ആൽഫ വെച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേ പ്രൂഫ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, if X is the weak topology induced by a collection F alpha from X to X alpha for all alpha in A, then the mapping F from Y to X is continuous if and only if F alpha composition F is continuous for all alpha in A. നമ്മൾ ഇതിന് പകരം തൊട്ട് മുന്നത്തെ തിയറത്തിൽ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു തിയറം. അപ്പോൾ അവിടെ എക്സിന് പകരം വൈ വരും, ഈ ഒരു പ്രൊഡക്റ്റിന് പകരം എക്സ് വരും, പൈ ബീറ്റയ്ക്ക് പകരം എഫ് ആൽഫ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ആൽഫ സെയിം പ്രൂഫ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എന്താണ്? എഫ് ഫ്രം വൈ ടു എക്സ് ഈസ് any function from any topological space to X is continuous if and only if F alpha composition F is continuous for all alpha in A. Okay.